അസ്സലാമു അലൈക്കും ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുമ്പം ഇത് 23-ാം തീയതി ഞാൻ എടുത്തിട്ട വീഡിയോ ആണ്. അത് ഞാൻ വീഡിയോയിൽ വോയിസ് ഒന്നും കൊടുക്കാതെ ഇട്ടിരുന്നതാണ്. എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ മോളെ അടുത്ത് ചെന്നൈക്ക് പോകുന്ന തിരക്കിലൊക്കെ ആയിപ്പോയതുകൊണ്ട് വോയിസ് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയില്ല. എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നായിരുന്നു, പിന്നെ വോയിസ് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് വോയിസ് കൊടുക്കുന്നതാണ്. അതായത് ഇന്ന് 30-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് രാവിലെ ഉച്ചയ്ക്കത്തുള്ള ഫുഡിൻ്റെ എടുപ്പായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കൊഞ്ചിപ്പൊടി ചമ്മന്തിയാണ് അരച്ചത്. അപ്പോൾ അത് കൊഞ്ചിപ്പൊടി ചമ്മന്തിയും പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് എയർ ഫ്രയറിലോട്ട് വെച്ച് ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വെച്ച് അതിൽ അരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ എയർ ഫ്രയറിലോട്ട് വെച്ച് എയർ ഫ്രയറിൽ ഞാൻ കോവയ്ക്കൊക്കെ ഫ്രൈ ആക്കുന്നതെന്ന് അറിയില്ല. എന്നാലും ഞാനതിൽ വെച്ച് നോക്കി. പക്ഷെ കൊള്ളാം, നല്ലതായിരുന്നു. എണ്ണയൊന്നും തൊടാതെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയാണ് എയർ ഫ്രയർ. അത് മാത്രമല്ല, ചിക്കനൊക്കെ ആയിരുന്നാലും മീനായിരുന്നാലും നമുക്ക് എണ്ണ ഒട്ടും ഇല്ലാതെ നമുക്കതിൽ ഫ്രൈ ആക്കി എടുക്കാം. കൊളസ്ട്രോളും ഷുഗറും BP ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആവശ്യമാണ്. എന്നും അതിൽ ഉപയോഗിക്കേണ്ട. നമ്മളെ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് എണ്ണയില്ലാതെ നമുക്ക് ഉപയോഗിച്ച് കഴിക്കാൻ നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് എണ്ണ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് അവൻ വാങ്ങിച്ചതാണത്. അപ്പോൾ പിന്നെ ഞാൻ മോൾക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ അവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവൽ സ്റ്റോറിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കപ്പലണ്ടിയും പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചത് അവൽ വിളയിച്ച് കൊണ്ടുപോകാനായിരുന്നു. അപ്പോൾ അതിനായിട്ട് ശർക്കര ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, കപ്പലണ്ടി, പിന്നെ നിലക്കടല എല്ലാം ഞാൻ സ്റ്റോറിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരത്തുള്ള കാപ്പിക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ പച്ചമുളകിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്, കുഴമ്പ് പരുവത്തിനാക്കി എടുത്തതാണ്. പിന്നെ മുകളിൽ നിന്ന് ജാസ്മിൻ്റെ അവിടെ നിന്ന് ഉരുട്ടി എനിക്ക് കൊണ്ടുതന്നെ. അവിടെ ചപ്പാത്തി കമ്പനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉരുട്ടി അവൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചിക്കൻ കറിയും ഞാൻ വെച്ചതെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. കാന്താരി മുളക് വീട്ടിൽ മാമിയെ കാണാം. മാമി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മാവി അമ്മയാണ്. അപ്പോൾ മാമിയെ കാണാൻ പോയപ്പോൾ മാമി എനിക്ക് കുറച്ച് കാന്താരി മുളക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അരച്ച് ഇതിൽ ചേർത്തതാണ്. അതുകൊണ്ട് ഇതിൽ മുളക് പൊടി ഞാൻ ശകലം പോലും ചേർത്തിട്ടില്ല. ഇതിൽ വറ്റൽമുളക് 3 ഞാൻ ചേർത്ത്, അല്ലാതെ മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം മോനതാണ് ഇഷ്ടം, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിനാണ് ഇഷ്ടം. മുളക് പൊടി ഇടണമെന്ന് പറയും. ഇപ്പോൾ കപ്പലണ്ടി എല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുത്ത്. അപ്പോൾ ഇനി നമുക്ക് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര ഇവിടെ ഇരുന്ന് 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ അവലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ഒരു 750 ഗ്രാം ശർക്കരയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ ഞാൻ ചൂര കാണിച്ചിട്ടുണ്ട്. ചൂരയുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മോൾക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ച ചൂര അച്ചാറിട്ടതായിരുന്നു അന്ന്. അതുപോലെ കാട്ടുനെല്ലിക്ക വാങ്ങിച്ച് അതിൻ്റെ അച്ചാറിട്ടതും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും മോൾക്ക് കൊണ്ടുപോകാനായിട്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഇവിടെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ച് ഇതും കൂടെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അവലിൻ്റെ പരിപാടിയിലോട്ട് കടന്നത്. അപ്പോൾ ഇനി അവൽ വിളയിക്കാനായിട്ട് ചരുവമൊക്കെ വെച്ച് അപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കപ്പലണ്ടിയും ഇട്ട്, പിന്നെ അതിൽ നിലക്കടലയും പിന്നെ എള്ള് ഇവിടെ ഉണ്ടായിരുന്നു, അതും പിന്നെ ചേർത്തത് ഏലക്കപ്പൊടിയും എല്ലാം കൂടെയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. കൂടെ തന്നെ കപ്പലണ്ടിയും നിലക്കടലയും ഇത്തിരി ശകലം ഒന്ന് മൂത്ത് വരപ്പോൾ നമുക്ക് തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര വീഴ്ത്തി കൊടുക്കാം. ശർക്കര ഞാൻ പറഞ്ഞല്ലോ 250 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഉരുക്കിയെടുത്ത് അത് അരിച്ച് വീഴ്ത്തിയായിരുന്നു. അത് തന്നെ ചെറിയ തിള വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. 1 കിലോ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ ഇനി ഇളക്കണം. ഇളക്കി നല്ലതുപോലെ എല്ലാം കൂടെ തിളക്കാതെ യോജിപ്പിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ, ചൂര അച്ചാർ, നെല്ലിക്ക അച്ചാർ, കാട്ടുനെല്ലിക്ക അച്ചാർ, പിന്നെ ചപ്പാത്തി, അതുപോലെ കടല, പയർ, ഉഴുന്ന്, വെളിച്ചെണ്ണ, അങ്ങനെ ഒരു സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റുകൾ, മിച്ചർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, കപ്പലണ്ടി, അങ്ങനെ ഈ ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം വിളയിച്ച് അത് 2 കവറിലാക്കി വെച്ച്. അപ്പോൾ ഇതെൻ്റെ മുകളിൽ താമസിക്കുന്ന, നമ്മളെ വീട്ടിൻ്റെ തൊട്ട് മുകളിൽ താമസിക്കുന്ന ആ കൊച്ചും അതിൻ്റെ മോനുമാണ്. അപ്പോൾ നമ്മൾ 2-3 പേരും കൂടെയാണ് ഇവിടെ നിന്ന് പോയത്. അവൾ ചടങ്ങിലെത്തുന്നത് പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്സലാമു അലൈക്കും.